ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണക്കമുളക് പൊടിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു പീസ് ബ്രെഡിനെ 3 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള അത്ര പീസുകൾ കട്ട് ചെയ്തെടുക്കണം. ബ്രെഡും മുട്ടയുടെ മിക്സും പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെയാണ് വേണ്ടത്. ഇനി ഒരു പീസ് ബ്രെഡ് എടുത്ത് നമ്മുടെ മുട്ടയുടെ മിക്സിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് നമ്മൾ ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പീസ് ബ്രെഡുകളെല്ലാം ചെയ്തെടുക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ല പോലെ ചൂടാവുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഭാഗം നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ 2 പുറവും നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് മുഴുവൻ പീസ് ബ്രെഡും പൊരിച്ചെടുക്കാം. മുഴുവൻ ബ്രെഡും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചൂടോടെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ ബ്രെഡ് പീസിൻ്റെ ഒരു സൈഡിൽ കുറച്ച് മയോണൈസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഹോം മെയ്ഡ് മയോണൈസാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഇതിൻ്റെ അടുത്ത സൈഡിലായിട്ട് കുറച്ച് കെച്ചപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കുമ്പോൾ ഇതിന് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഒരു കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ കഴിക്കാനും ഒരു ഇഷ്ടമാവും, നല്ല ടേസ്റ്റുമാണ്. നമുക്ക് എങ്ങനെ വേണ്ടെങ്കിൽ നമ്മുടെ താല്പര്യം പോലെ ഇത് റെഡിയാക്കാം. ഇനി ഒരു പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ വളരെ സിമ്പിളല്ലേ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടി തോന്നുമല്ലേ. ഞാൻ മുഴുവൻ ബ്രെഡ് പീസും ഇതുപോലെ തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് ഈ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള സ്നാക്സ് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ.